എറണാകുളം മുനമ്പത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ പിടിച്ചെടുത്തു. വൈപ്പിൻ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിച്ച് ബോട്ടുകൾ പിടികൂടിയത്. നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള ദൈനംദിന പെട്രോളിങ്ങിനിടെ ഫിഷറീസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ എറണാകുളം ജില്ലയിൽ നിയമപരമായ സ്പെഷ്യൽ പെർമിറ്റ് ഇല്ലാതെ മത്സ്യബന്ധനം നടത്തിയ യൂക്കോ മറൈൻ എന്നുള്ള യാനം കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ യാനത്തിൽ നിയമപരമായി നിയമം അനുശാസിക്കുന്നതിലും കവിഞ്ഞ പരിധിയിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനമാണ് നടത്തിയതെന്നും മനസ്സിലാകുകയും ചെയ്തു. 12 വോട്ട് ലൈറ്റ് മാത്രമാണ് അനുമതിയുള്ളത്. ആ സ്ഥാനത്ത് 2400 വോട്ടിന്റെ ലൈറ്റുകളാണ് യാനത്തിലുണ്ടായിരുന്നത്. കൂടാതെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഇവയൊന്നും തന്നെ യാനത്തിലുണ്ടായിരുന്നില്ല. ആര്യ വിനോദുണ്ട് വിവരങ്ങൾ നൽകാനായ. ആര്യ, വിശദാംശം. എറണാകുളം മുനമ്പത്താണ് ഈ ഒരു അനധികൃത മത്സ്യബന്ധനം കണ്ടെത്തിയത്. വൈപ്പിൻ മറൈൻ എൻഫോഴ്സ്മെന്റ് നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന തുടരുന്നതിനിടെയാണ് 3 ബോട്ടുകൾ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോടുകൂടിയായിരുന്നു ഈ ഒരു പരിശോധന ആരംഭിക്കുകയുണ്ടായത്. മത്സ്യക്കുഞ്ഞുങ്ങളെ അനധികൃതമായി പിടിച്ച ഷിയാമോൾ എന്നും ബോട്ടും അതുപോലെ തന്നെ പെർമിറ്റ് ഇല്ലാതെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട കാർമൽ മേരി എന്ന ട്രോൾ ബോട്ടുമാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിവരെ ഈ ഒരു പരിശോധന തുടരുകയുണ്ടായി. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആര്യ, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് ഗാർഡ് അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിശോധന നടത്തിയത്. അതുപോലെ തന്നെ ഈ ഒരു അനുമതിയും അതിൽ കൂടുതൽ പവർ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിനായി സൂക്ഷിക്കുകയും ചെയ്ത ബോട്ടും പിടികൂട്ടിയിട്ടുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലാത്ത 3 ടണ്ണോളം വരുന്ന മത്സ്യമാണ് ഇപ്പോൾ പുറംകടലിലേക്ക് ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇവർക്ക് ബോട്ടിന് പിഴ ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മാത്രം അനധികൃതമായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് 20ഓളം ബോട്ടുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. തുടർ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.